പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളത്തിൻ്റെ വിവർത്തന പരിചയം എന്ന വിഷയത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ ചോദിച്ച ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വിവർത്തനത്തിൽ മൂലഗ്രന്ഥകാരൻ്റെ ആശയ സീമയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സ്വന്തം പ്രതിഭാ വ്യാപാരത്തെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കണം. സാരള്യം, കൃത്യത, വിവർത്തന ഭാഷയുടെ ജീനിയസുമായുള്ള ഇണക്കം എന്നിങ്ങനെ 3 ഗുണങ്ങൾ ഒരു മാതൃകാ വിവർത്തനത്തിന് ഉണ്ടായിരിക്കണം. വാക്യങ്ങളും സമസ്ത പദങ്ങളും ചിഹ്ന കസർത്തുകളും ഒഴിവാക്കി ലഘുവാക്യങ്ങളിൽ വിഷയം പ്രതിപാദനം ചെയ്യണം. കൃത്യത പാലിക്കാൻ വേണ്ടി അംഗീകൃത പദമാതൃകകൾ മാത്രം സ്വീകരിക്കണം. ലക്ഷ്യഭാഷയുടെ മണവും രുചിയും വിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വന്തം ഭാഷയിലെ കൃതി എന്ന പോലെ ഈ രചന വായനക്കാർ സ്വീകരിക്കും. ദുർഘടവും ദുർഗ്രാഹ്യവുമായ വാക്യഘടന ആപത്ത് തന്നെയാണ്. നല്ലൊരു വിവർത്തകൻ നല്ല പണ്ഡിതനായിരിക്കണം. വിഷയബോധം, മൂലഭാഷാ പരിചയം, സ്വഭാഷാ പദബോധം, സ്വഭാഷാ ശൈലി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. വിവർത്തകന് വിഷയജ്ഞാനം ഇല്ലെങ്കിൽ മൂലഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാവുക. അതുപോലെ സ്വഭാഷാ ശൈലി പരിചയം, പദഘടനയെയും ശൈലിയെയും കുറിച്ചുള്ള നിശ്ചിതമായ ബോധമില്ലെങ്കിൽ വിവർത്തനം വിപരീത ഫലമാണ് ഉണ്ടാക്കുക. സർഗാത്മക വിവർത്തനം എന്നാൽ സർഗാത്മക സാഹിത്യത്തിൻ്റെ വിവർത്തനം തന്നെയാണ്. ലാളിത്യം സാഹിത്യകൃതികളുടെ വിവർത്തനത്തിൽ പാലിക്കേണ്ടതാണ്. മൂലഗ്രന്ഥകാരനോടും അയാളുടെ ഭാഷയോടും പ്രതിഭയോടും സംവദിക്കാനുള്ള പ്രതിഭാശാലിത്വം വിവർത്തകനുണ്ടായിരിക്കണം. മൂലഗ്രന്ഥത്തിലില്ലാത്ത ആശയവും പൊരുളും ഊതി വീർപ്പിക്കരുത്. സർഗാത്മക കൃതികളുടെ വിവർത്തനം ഒരു സാംസ്കാരികമായ സമന്വയമാണ്. ഈ പറഞ്ഞതിൽ നിന്ന് വിവർത്തകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ഇരു ഭാഷകളിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. വിവിധ വിഷയങ്ങളിലുള്ള പാണ്ഡിത്യം, ആത്മാർത്ഥത, വിഷയബോധം, പരിശ്രമം, സഹൃദയൻ്റെ ഹൃദയവുമായി ബന്ധം സ്ഥാപിക്കുക, പരിപൂർണമായ ശ്രദ്ധ. നാടക വിവർത്തനം വിവരിക്കുക. നാടക വിവർത്തനത്തിൽ വിവർത്തകൻ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒന്നാമതായി, നാടകം എഴുതിയ കൃതിക്കാണോ ആവിഷ്കാരത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത്? നാടകം എഴുത്തുരൂപത്തിൽ ഒരു പൂർണ്ണ വസ്തുവാണെങ്കിലും അത് പൂർണ്ണത നേടുന്നത് അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഈ രൂപത്തെ സാഹിത്യമായി കാണണോ മറ്റൊരു കലാരൂപമായി കാണണോ എന്നതാണ് പ്രശ്നം. ഒരു ഗദ്യകൃതി പരിഭാഷപ്പെടുത്തുന്ന ലാഘവത്തോടു കൂടി നാടക പരിഭാഷ നടത്താൻ പറ്റില്ല. നാടകങ്ങൾ 2 രീതിയിലാണ് വരുന്നത്: ചരിത്ര നാടകങ്ങൾ, സാമൂഹ്യ നാടകങ്ങൾ എന്നിങ്ങനെ. നാടകത്തിൻ്റെ ക്രിയയും പശ്ചാത്തലവും സംസ്കാരവുമെല്ലാം സംഭാഷണം കൊണ്ട് മാത്രമാണ് ആവിഷ്കരിക്കുന്നത്. അതായത് ഭാഷയുടെ യഥാർത്ഥ തനത് ആവിഷ്കാരം നാടകത്തിലാണ് പ്രധാനമായും ദൃശ്യമാകുന്നത്. നാടകത്തിലെ ഏതൊരു വസ്തുതയും സംഭാഷണം കൊണ്ട് മാത്രമേ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വിവർത്തകൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. നാടകത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതവുമായി അതിലെ ഭാഷ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്ര നാടകങ്ങളിൽ ആ നാടിൻ്റെ പ്രാചീന ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഷാപദങ്ങളാണ് കാണുന്നത്. തത്തുല്യമായ ലക്ഷ്യഭാഷാ പദങ്ങൾ അതേ കാലഘട്ടത്തിലെ ലക്ഷ്യഭാഷയിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്നു. സ്ഥല, വ്യക്തിനാമങ്ങൾ അതേപടി തന്നെ നിലനിർത്തേണ്ടി വരുമ്പോഴുള്ള അപരിചിതത്വം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സംസ്കൃത നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് പ്രാകൃതം എന്നൊരു ഭാഷയിലാണ്. അപ്പോൾ വിവർത്തകൻ 3 ഭാഷകളിൽ പ്രാവീണ്യം നേടിയെടുക്കണം. സാമൂഹിക നാടകങ്ങളിൽ നാടകത്തിൻ്റെ സാംസ്കാരിക തലമനുസരിച്ചിട്ടുള്ള ഭാഷാഭേദങ്ങൾ, ഭൂമിശാസ്ത്രപരമായ ഭാഷാ വ്യത്യാസങ്ങൾ, സ്ത്രീ പുരുഷ ഭേദമനുസരിച്ചിട്ടുള്ള ഭാഷയിലെ വൈവിധ്യങ്ങൾ തുടങ്ങിയവയെല്ലാം പുനരവതരിപ്പിക്കുക ക്ലേശകരമാണ്. മുഹമ്മദിൻ്റെ നാടകങ്ങളിൽ കാണുന്ന കോഴിക്കോടൻ ഗ്രാമപശ്ചാത്തലം മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ തത്തുല്യമായ സംഭാഷണ ഭാഷ കണ്ടെത്തുന്നത് പ്രയാസം അനുഭവപ്പെടും.
വാക്യത്തിന് പകരം വാക്യം പകർത്തി വെച്ചാൽ പോരാ, അത് മൂലഭാഷയിലേതുപോലെ ശക്തമായ ആശയ സംപ്രേഷണം ചെയ്യുന്നവയായിരിക്കണം. ഹാസ്യം വിവർത്തനം ചെയ്യുന്നതിലും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്കൃതത്തിൽ നിന്ന് ധാരാളം നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അഭിജ്ഞാന ശകുന്തളം ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്തിട്ടുള്ളത് മലയാള ഭാഷയിലാണ്. ഷേക്സ്പിയർ, ഇബ്സൺ, ബർണാഡ് ഷാ, കാളിദാസൻ, ഭാസൻ, ബാബൂതി ഇങ്ങനെ നിരവധി വിശ്വപ്രസിദ്ധരായ നാടകകൃത്തുക്കളുടെ നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രകൃതികളുടെ വിവർത്തനവും സാങ്കേതിക പദപ്രയോഗങ്ങളും ലഘു ഉപന്യാസം തയ്യാറാക്കുക. വിവർത്തന വിഷയത്തിൽ സർഗാത്മക കൃതികളെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇത്. ശാസ്ത്രകൃതികൾ ഭാഷയേക്കാൾ വിഷയത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഭാഷയ്ക്ക് പരിമിതമായ സ്ഥാനമാണുള്ളത്. ശാസ്ത്ര വിവർത്തനത്തിൽ വിഷയസ്ഥിരത അനിവാര്യമാണ്. ആലങ്കാരിക ഭാഷ ഒഴിവാക്കേണ്ടതാണ്. സൂക്ഷ്മതയാണ് ശാസ്ത്ര വിവർത്തനത്തിൻ്റെ മുഖമുദ്ര. വളച്ചുകെട്ടില്ലാത്തതും സുശക്തവുമായ ഭാഷാരീതി, ആകാവുന്നത്ര ലാളിത്യം എന്നിവ പരിഗണിക്കണം. ശാസ്ത്രം വിചാരപ്രധാനമായിരിക്കുന്നതിനാൽ ശാസ്ത്രകൃതികളിൽ പദാനുപദ വിവർത്തനമാണ് സ്വീകരിക്കേണ്ടത്. ശാസ്ത്ര വിവർത്തകന് സ്വാതന്ത്ര്യം കുറവാണ്. ആശയങ്ങൾ അതേപടി തന്നെയാണ് ഇവിടെ വിവർത്തനം ചെയ്യേണ്ടത്. പാഠപുസ്തകങ്ങൾ പദാനുപദമോ വാക്യാനുവാക്യമോ ആയ രീതിയിൽ വിവർത്തനം ചെയ്യാം. അതേസമയം പോപ്പുലർ ഗ്രന്ഥങ്ങൾ സ്വതന്ത്ര വിവർത്തനങ്ങളാകാവുന്നതാണ്. ശാസ്ത്രം ആശയപ്രധാനമായതിനാൽ അതിൻ്റെ വിവർത്തനം വാക്യനിഷ്ഠവും പദനിഷ്ഠവും ആയിരിക്കേണ്ടതാണ്. ശ്രോത ഭാഷയിലെ പദത്തിൻ്റെ വിചാരമൂല്യം അതേ അളവിൽ ലക്ഷ്യഭാഷയിൽ ഉണ്ടായിരിക്കണം. സാങ്കേതിക പദങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ വിവർത്തകൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മൂലഭാഷാപദം തത്സമ രീതിയിൽ സ്വീകരിക്കാം. ആ പ്രത്യയങ്ങൾ, തദ്ധിതങ്ങൾ, കൃതികൃത്ത് പ്രത്യയങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് പുതിയ പദങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഉദാഹരണം ഓക്സിഡേഷനിൽ നിന്ന് ഓക്സീകരണം. മാത്രമല്ല ശ്രോതഭാഷാ പദം അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണം ഹോർമോൺ തന്നെയായിട്ട് ഉപയോഗിക്കാം. മറ്റൊന്ന് ലക്ഷ്യഭാഷയിലെ പദനിഷ്പത്തി ക്രമത്തെ അനുസരിച്ച് പുതിയ പദം നിർമ്മിക്കാവുന്നതാണ്. പുതിയ പദങ്ങൾ വേണമെങ്കിൽ നിർമ്മിക്കാം. അപ്പോൾ ഓർബിറ്റിന് ഭ്രമണപദം എന്ന പദം ഉപയോഗിക്കാം. ഇങ്ങനെ സ്വീകരിക്കുന്ന പദങ്ങൾ പൊതുവായി അംഗീകാരം നേടിയെടുക്കേണ്ടതുണ്ട്. സാങ്കേതിക പദങ്ങളുടെ വിവർത്തനത്തിൽ സംക്ഷിപ്തതയും കൃത്യതയും ഉണ്ടായിരിക്കണം. വ്യാകരണം, വാക്യഘടനാബോധം, ഔചിത്യം ഇവ പാലിക്കേണ്ടതാണ്. വാക്യവിവർത്തനം ലക്ഷ്യഭാഷാ ശൈലിക്ക് ഒത്ത വിധത്തിലായിരിക്കണം. വസ്തുനിഷ്ഠവും കൃത്യവുമായ വിവർത്തന രീതി ആയിരിക്കണം. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. താങ്ക് യു.